ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റൂ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ സൗദി അറേബ്യ കാലം എത്രയെടുത്താലും ഫലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെ ഉള്ളതാണ്. ഇസ്രായേലിന്റെ തീവ്രവാദ ചിന്താഗതിയാണ് സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുന്നത്. അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കിയത് ഇസ്രായേലാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അഫ്താബ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും റിയാദിൽ നിന്ന്. അഫ്താബ്, ഇസ്രായേലും സൗദിയുമായുള്ള ബന്ധങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ പരാമർശം ഉണ്ടായതും അത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഏറ്റവും ഒടുവിലായി സൗദിയുടെ സ്റ്റാൻഡ് എന്താണ് ഇക്കാര്യത്തിൽ? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസമാണ് ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നത്. ഇതിനെതിരെ വിവിധ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വിശദമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇതിൽ വളരെ നിശിതമായാണ് ഇസ്രായേലിന്റെ നീക്കത്തെയും ഒപ്പം തന്നെ സമാധാന ഫോർമുല തകർക്കാനുള്ള ശ്രമങ്ങളെയും വിമർശിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: കാലം എത്രയെടുത്താലും ഫലസ്തീൻ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും. ഇസ്രായേലിന്റെ തീവ്ര ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷ മേഖലയിൽ ഇല്ലാതാക്കുന്നത്. ഫലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതയ്ക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രായേലിന് കഴിയുന്നില്ല. ഫലസ്തീനികളെ ആട്ടിയൊടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല. ഒപ്പം തന്നെ ഗസയെ തകർത്ത് മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നവരാണ് ഇസ്രായേൽ എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കിയതും ഇസ്രായേൽ തന്നെയാണെന്നും ഈ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രസ്താവന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കാര്യം തറപ്പിച്ചു പറയുന്നു, അതായത് ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ കരുതേണ്ട എന്നാണ് ഈ പ്രസ്താവനയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ശേഷം ഏറ്റവും ആദ്യം നടത്തിയ പ്രസ്താവനകളിൽ ഒന്ന് സൗദിയുമായി ഇസ്രായേലിന്റെ ബന്ധം ഉടൻ എന്നാണ്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേലിനെതിരെ സൗദി അറേബ്യ രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ ഗസക്കാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നൊരു പദ്ധതിക്കെതിരെ അറബ് രാഷ്ട്രങ്ങളും സൗദി അറേബ്യയും രംഗത്ത് വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സൗദി അറേബ്യ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന് സൗദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സൗദിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഫലത്തിൽ ട്രംപിന്റെ രണ്ടാം ടേമിൽ വിചാരിച്ചത്ര വേഗത്തിൽ സൗദിയുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം മുന്നോട്ട് പോകില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള ഫലസ്തീനുമായുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ബന്ധം മനസ്സിലാക്കാത്തിടത്തോളം ഇസ്രായേലുമായി സമാധാന രീതിയിലേക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സൈഫുദ്ദീൻ. അഫ്താബ് റഹ്മാനാണ് റിയാദിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.